ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു രുചിയിലാണ് ഈ ഒരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്കൊരു 4 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ. നന്നായിട്ട് തന്നെ ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10-12 എണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇത് നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സർ ജാറിട്ട് നന്നായിട്ടിരുന്ന് പൊടിച്ചെടുക്കാം. നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുകയൊന്നും വേണ്ട. അപ്പം ഞാൻ ഈ ഒരു രീതിക്കാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒന്നുകൊണ്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാൻ നന്നായിട്ട് തന്നെ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 വലിയ ഉള്ളി നല്ല ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തതാണിത്. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ് 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്, രണ്ടും കൂടിയിട്ട്. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. നമ്മുടെ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം കുത്തുണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് വന്നിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കാശ്മീരി ചില്ലിപ്പൊടി വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടി ഇല്ല, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിതൊരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, നല്ല ചൂടുള്ള വെള്ളം. അപ്പോൾ ഈ ഒരു മസാലയുടെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ്, പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ട് അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ല കഴുകി ക്ലീൻ ചെയ്ത് വെച്ചുള്ള ഒരു ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 1 കിലോനും ചിക്കനോളം ഉണ്ട് കേട്ടോ, 1 കിലോന് ചിക്കൻ ഉണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഒരു മസാലയിലിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ടാണ് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മുടെ ഒരു ചിക്കൻ നന്നായിട്ട് തന്നെ മസാലയൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തൊക്കെ എത്തുന്ന രീതിയിൽ ഇളക്കിയിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു 3-4 മിനിറ്റോളം ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു അണ്ടിപ്പരിപ്പും ഉണക്കമുളകും തക്കാളി കൂടി നല്ല അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മിക്സർ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു എന്നിട്ട് ചുഴറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിലുള്ള ഒരു അരച്ച പേസ്റ്റൊക്കെ ഒന്ന് ഇതിലേക്ക് ആയി കിട്ടും ചെയ്യും. ഇനി നമുക്ക് ഈ ചിക്കനിൽ നിന്ന് നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ച് കൊടുക്കണം, കാരണം നമ്മൾ ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണ്ടേ. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ചൂടുള്ള വെള്ളം വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ. നമ്മൾ ഈ ഒരു ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി വരുന്ന സമയത്ത് പിന്നെ തണുത്ത വെള്ളം ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ അത് ഞാൻ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ വെള്ളം നിന്ന് വറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഗ്രേവി ടൈപ്പിലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല കറി പോലെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടി ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി വേണം. അപ്പോൾ അത് ഞാൻ കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്നങ്ങനെ പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് നമ്മുടെ ആ ഒരു ചിക്കൻ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക.
അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ഒരു ചിക്കൻ ഗ്രേവി. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഗ്രേവി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവരോടും ബൈ.